ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് എൻ്റെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കണേ. അപ്പോൾ വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ഗാർഡനിൽ ഈ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതപ്പോൾ എൻ്റെ ചെടികളും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ ചെടിയുമൊക്കെ എന്താ പറയുക, അങ്ങനെ ആകെ കാട് പിടിച്ച് ഒരു ഭംഗിയില്ലാത്ത രീതിയിലാട്ടോ ചെടികൾ നിൽക്കണത്. ഈ ലെന്താനിയൊക്കെ കണ്ടോ, നിറയെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട്, പക്ഷെ കാടായിട്ടാണ് കിടക്കണേ കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ ഇത് ബാൾസം അങ്ങനെ. അപ്പോൾ ഈ ലെന്താനിനെ ഞാൻ പൈപ്പിലാണ് വെച്ചിരിക്കണേ. അത് കാട് വന്നിട്ട് ഇങ്ങനെ വീണ് ഒരു ഭംഗിയില്ലാതെ നിൽക്കണേ. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് വെട്ടി ലെവൽ ചെയ്യണം. പിന്നെ ഇത് നമ്മുടെ ബ്രൈഡൽ ബൊക്ക, അതുപോലെ തെച്ചി, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ അതാ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ സ്റ്റാൻഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് 256 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. 4 സ്റ്റാൻഡുണ്ട്. പിന്നെ ഭയങ്കര എന്താ പറയുക, കട്ടിക്കാനം ഒന്നുമില്ല. ഇത് കാണുമ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡിൽ 3 ചെടിച്ചട്ടി വെക്കാം എന്ന് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ബുഷൊക്കെ ഉണ്ട് കേട്ടോ. അടിയിൽ നമുക്ക് ബുഷ് പിടിപ്പിക്കാം. വളരെ സിമ്പിളാണ്, വെയിറ്റ് ഒന്നുമില്ല, നമുക്കിങ്ങനെ എടുത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇൻഡോർ പ്ലാന്റ്സിന് വെക്കാൻ ഈ സ്റ്റാൻഡ് ഉപകാരമാണെന്നാലും ഞാനൊന്ന് ഔട്ട്ഡോർ വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ മഴയത്തും വെയിലത്തിരുന്ന് എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ. അതിനുള്ളൊരു പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ചട്ടികൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ, അതെ ഇല്ല എന്തായാലും ഇങ്ങനെ വീണ് ആകെ തൂങ്ങി കാട് പിടിച്ച് വീണിട്ട് ഇതാ ചട്ടിയുടെ മീതയ്ക്കൊക്കെ ആയിട്ടാട്ടോ നിൽക്കണേ. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞേ. എന്നാലും പിന്നെയും ഉണ്ടാവും കേട്ടോ, നിറയെ പൂക്കളും ഉണ്ടാവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്റ്റാൻഡിന്മേൽ ഒന്ന് ചെടിച്ചട്ടി വെക്കാം. പിന്നെ ഞാനിത് വെച്ച് നോക്കിയപ്പോഴുണ്ടല്ലോ, സ്റ്റാൻഡിൽ കാണുമ്പോൾ നമുക്ക് 3 ചട്ടി ഇരിക്കണ വലിപ്പമുണ്ട്. പക്ഷേ എൻ്റെ ചട്ടിക്ക് കുറച്ച് വലിപ്പം കൂടുതലാണ്. വെച്ച് നോക്കുമ്പോൾ 3 ചട്ടി അതിൽ കൊള്ളണില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 ഇങ്ങനത്തെ വലിയ ചട്ടി, അതുപോലെ ഒരു ചെറിയ ചട്ടി അതിൻ്റെ ഇടയിൽ വെച്ചു. 3 എണ്ണം വെച്ച് നോക്കിയിട്ട് അതിങ്ങനെ തിങ്ങി അതിലിരിക്കാനേ പറ്റണില്ല കേട്ടോ. അത് ശരിയാവുന്നില്ല കേട്ടോ. പിന്നെ ഈ മഴയൊക്കെ പെയ്തിട്ടേ ഈ ചട്ടിയിൽ നിന്ന് അടിയിൽ നിന്ന് മണ്ണ് പോവുക, അങ്ങനെ ഒരു ഭംഗിയില്ലാതൊക്കെ ഇരിക്കുക. ഇത് ഇതിൻ്റെ മുകളിലിരിക്കുമ്പോൾ കാണാനൊരു വൃത്തിയും ഭംഗിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.